യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. ദൈവം ഈ പൽക്കാലം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് വഴി നടത്തുന്ന ദൈവം, നമ്മളെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആകുലരായി തീരണ്ട, നമ്മൾ വിചാരപ്പെട്ട് നിരാശപ്പെട്ട് പോകണ്ട. നമ്മെ കരം പിടിച്ചിരിക്കുന്ന ദൈവം നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അത്രേ. ഹല്ലേലൂയ. ആ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവും നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. യോഹന്നാൻ 14 1 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്ര. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ പലവിധ വിഷയങ്ങളുടെ നടുവേ ഹൃദയം കലങ്ങി മറിഞ്ഞിരിക്കുന്ന അനുഭവത്തിലായിരിക്കും ഈ ശബ്ദം കേൾക്കുന്നത്. എന്തായിത്തീരും, എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള ആകുലതയും ചിന്തകളും വളരെയധികം അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, സ്തോത്രം, നമ്മുടെ ഹൃദയം കലങ്ങി മറിയരുത്. കാരണം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നു, ഒരു ദൈവ പൈതൽ ജീവിക്കുന്ന സ്തോത്ര. ഹല്ലേലൂയ. മഹത്വപൂർണമായിരിക്കുന്ന ക്രിസ്തുവിൽ അത്രേ. ഹല്ലേലൂയ. അതേ തിരുവചനത്തെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. അതേ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. അതേ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യുന്നു? ദുഃഖിച്ചും കരഞ്ഞും നിരാശപ്പെട്ടും ആരില്ല ഇരിക്കേണ്ട, അവൻ പ്രത്യാശയോടെ ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. വേദനകൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. പക്ഷേ അവൻ ജീവിക്കേണ്ടത് എന്തിലാണ് എന്ന് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ മഹത്വപൂർണമായിരിക്കുന്ന ആ പ്രത്യാശയിൽ അത്രേ ജീവിക്കേണ്ടതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ? പ്രശ്നങ്ങൾ വലുതായിരിക്കാം. സ്തോത്രം. ചെങ്കടൽ പോലെ സ്തോത്രം നിന്നെ സ്തോത്രം പിടിച്ച് തകർത്ത് കളയുവാൻ കടന്നു വരുന്ന പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര, നിന്റെ രട്ടിനെ അഴിച്ചു മാറ്റി നിന്റെ വിലാപത്തെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ ഇരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ആ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്നാ കാണുവാൻ സാധിക്കുന്ന. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ ഈ ഒരു ആശ്വാസ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ കൂടെയുള്ളവരിൽ വിശ്വസിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോക മനുഷ്യരിൽ വിശ്വസിക്കാനല്ല പറഞ്ഞിരിക്കുന്ന, നീ ജോലി ചെയ്യുന്ന കമ്പനിയിൽ വിശ്വസിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് എവിടെയാ വിശ്വസിക്കാൻ പറഞ്ഞിരിക്കുന്ന? സ്തോത്ര. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. സ്തോത്ര. ഹല്ലേലൂയ. അത് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിനായിട്ട് തന്റെ പിതാവ് എന്ത് ചെയ്തോ? തന്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി തരുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ 3 അതിന്റെ 16 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ പുത്രൻ ഇവിടെ വചനത്തിൽ കാണുന്നു. പ്രിയ മക്കളെ, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനില്ല. അപ്പൊ ഈ ലോകത്തിൽ വിശ്വസിക്കുന്നവൻ അല്ല നിത്യജീവൻ ഉള്ളത്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, നിന്റെ ജീവിതത്തിൽ അതിഭയങ്കരമായ പ്രയാസഘട്ടത്തിൽ കൂടെ കടന്നു വരാം. പക്ഷേ
പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ കൊണ്ട് തീരുന്നത് അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, അവനൊരു നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. പ്രശ്നങ്ങൾ നിന്റെ കലക്കി മറിക്കുന്നുണ്ടായിരിക്കാം, നിന്റെ ഹൃദയം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ ഒരു ദൈവ പൈതന് പറയണ, ഇവിടെ കൊണ്ട് തീരുന്നതല്ല എന്റെ ജീവിതം, എനിക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു നിത്യഭവനമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിത്യഭവനം ഒരുക്കുവാൻ എന്റെ കർത്താവ് കടന്നു പോയിരിക്കുന്ന ആ കർത്താതി രാജാവ് എന്നെ ചേർക്കുവാനായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടട്ടെ. നമ്മൾ ദുഃഖിച്ചും കരഞ്ഞും വേദനിച്ചും ഇരിക്കേണ്ട ഒരു ലൈഫ് അല്ല പ്രിയ ദൈവമക്കളെ. ആ പ്രശ്നങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ എത്ര തന്നെ കടന്നു വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരം ക്ഷീണിച്ചെന്നിരിക്കാം, പക്ഷേ നിന്റെ മനസ്സ് തളർന്നു പോകാൻ അനുവദിച്ചു കൊടുക്കരുത്. നിന്റെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണം. നിർമ്മതരായിരിക്കാനാ പറഞ്ഞിരിക്കുന്ന. നിന്റെ മനസ്സിനെ ഉറപ്പിച്ച് കർത്താവിലുള്ള പ്രത്യാശയോടെ, കർത്താവിലുള്ള ധൈര്യത്തോടെ, കർത്താവിന്റെ ബലവും സങ്കേതവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിലുള്ള വിശ്വാസത്തോടു കൂടി, ആ കർത്താവിലുള്ള പ്രത്യാശയോട് കൂടി, ഹല്ലേലൂയ, നാം ഉറപ്പോടെ ആയിരിക്കണം. സ്തോത്രം. ഇവിടെ കാണുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനാ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് തന്റെ ഓമന പുത്രനെ തന്ന ആ ദൈവത്തിൽ വിശ്വസിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആ ജീവൻ തന്നമേ വീണ്ടെടുത്ത ആ പുത്രനിൽ വിശ്വസിക്കുവാനാ പറഞ്ഞിരിക്കുന്ന. പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാ, പ്രിയതേ മക്കളെ, നാം ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാ നാം ലജ്ജിച്ചു പോകത്തില്ല. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഹൃദയം കലങ്ങി മറിയുന്ന വിഷയങ്ങളുടെ നടുവിലായിരിക്കാം നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുവാൻ കഴിയുന്ന ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിപ്പി. എന്തുകൊണ്ടെന്നാ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. 27-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ കാണുവാൻ സാധിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കേമരുത്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ലോകം തരുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തെ കലക്കി മറിച്ചിരിക്കാം, നമ്മെ ഭ്രമിപ്പിച്ചിരിക്കാം. പക്ഷേ ദൈവം തരുന്ന സമാധാനത്തിൽ നാം ജീവിച്ച, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം കലങ്ങി പോകത്തില്ല, നാം ഭ്രമിച്ചു പോകത്തില്ല. പ്രശ്നങ്ങൾ ഇളകി മറിഞ്ഞെന്നിരിക്കാം, പ്രതികൂലങ്ങൾ കടന്നു വന്നു നിൽക്കാം, പക്ഷേ അതിനകത്തൊക്കെ നാം ഉറച്ചു നിൽക്കും. കാരണം എന്താ? സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം അത്രയും നമ്മുടെ ഹൃദയങ്ങളെ, നിലവുകളെ നിറയ്ക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം, ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങൾ നിന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ നിന്നെ തളർത്തി കളയുന്നുണ്ടായിരിക്കാം, നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ കവിയുവാൻ ഇടയാകാത്തവന, നിന്റെ പ്രശ്നങ്ങളുടെ അകത്ത് നിന്നെ ജീവിപ്പിക്കുന്ന, നിന്റെ പ്രശ്നങ്ങളുടെ അകത്ത് നിന്നെ ഉറപ്പിക്കുന്ന, അതേ സ്തോത്ര, സകല ബുദ്ധിയെ കവിയുന്നതായ ദൈവിക സമാധാനത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ മേൽ പകരുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കലക്കി കളയുവാൻ, നിന്നെ ഇളക്കി മറിച്ചു കളയുവാൻ, നിന്നെ ഭ്രമിപ്പിച്ച് ചഞ്ചലപ്പെടുത്തി കളയുവാൻ, പല പ്രശ്നങ്ങൾ നിന്റെ മേത് ആഞ്ഞടിച്ച് കയറി വരുമ്പോഴും, സ്തോത്രം, നീ ഇളകാതെ ഉറച്ചു നിൽക്കുന്ന, ഹല്ലേലൂയ, അത് ഈ പകൽക്കാല ക്രിസ്തു എന്ന പാറമേ നിന്നെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കരം പിടിച്ചു കയറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മെ കരം പിടിച്ചിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, പകുതി വഴി വെച്ചിട്ട് വിട്ടുപോകുന്ന ഒരു ദൈവം അല്ല. സ്തോത്ര. ഹല്ലേലൂയ. നമ്മെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുന്ന ഒരു ദൈവമത്രേ. ആ ദൈവമത്രേ നമ്മുടെ നീതിയുള്ള തന്റെ വലം കൈക്കൊണ്ട് നമ്മെ പിടിച്ചിരിക്കുന്ന. സ്തോത്ര. ഹല്ലേലൂയ.
ഈ പൽക്കാലം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. അധൈര്യപ്പെട്ടു പോകണ്ട, ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താ? നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 8-ാം 10-ാം വാക്യത്തില് അവസാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം പറയട്ടെ, സ്തോത്രം, ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ പണമോ പ്രതാപമോ ഹല്ലേലൂയ ബഹുമാനമോ ഒന്നും അല്ല നമ്മുടെ സന്തോഷം. മറിച്ച് എന്ത് ചെയ്യുന്നു? ഇതൊക്കെ പ്രിയ ദൈവമക്കളെ അല്പസമയം കൊണ്ട് നമ്മൾ എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാല്, എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാല്, പ്രിയ ദൈവമക്കളെ അതിലൊക്കെ നാം ആശ്രയിച്ച, അതിലൊക്കെ നാം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷം പോകും. ഒരു മനുഷ്യന്റെ വാക്കുകളിൽ നാം ആശ്രയിച്ച് നാം സന്തോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ പ്രിയ ദൈവമക്കളെ ആ മനുഷ്യന്റെ വാക്കുകൾക്ക് ഹല്ലേലൂയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ ഒരു ദൈവ പൈതന്റെ സന്തോഷം എന്ന് പറയുന്നത് എവിടെയെന്ന് പറയുന്നു? യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തെ നമുക്കൊന്ന് സന്തോഷിക്കുവാൻ കഴിഞ്ഞാൽ, ദൈവവചനത്തിലൊന്ന് സന്തോഷിക്കുവാൻ കഴിഞ്ഞാൽ പ്രിയ ദൈവമക്കളെ അത് നമുക്ക് ബലമാണ്, അത് നമുക്ക് ധൈര്യമാണ്. ഹല്ലേലൂയ. കഷ്ടതയിൽ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ ദൈവത്തിലൊന്ന് സന്തോഷിക്കുവാൻ, ആ യഹോവെങ്കിലൊന്ന് സന്തോഷിക്കുവാൻ കഴിഞ്ഞാൽ ആ സന്തോഷത്തെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്ര കർത്താവിലൊന്ന് സന്തോഷിക്കുവാൻ നിനക്ക് കഴിയുമോ? ആ കർത്താവിലൊന്ന് ബലപ്പെട്ടിരിക്കുവാൻ കഴിയുമോ? സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അത് നമ്മുടെ ശരീരം ക്ഷീണിച്ചെന്നിരിക്കാം. സ്തോത്ര ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ മനസ്സ് അധൈര്യപ്പെട്ടു പോകുമാ, ക്ഷീണിച്ചു പോകാനായിട്ട് ഇടയാക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അത്തിവൃക്ഷം തളർക്കിയല്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാക്കിയല്ല, ഒലിവ മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകെ പോകും, ആട്ടിൻകൂട്ടം തൊയ്ത്തുകളിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലികളിൽ കന്നുകാലി ഉണ്ടാക്കിയല്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതന്റെ ധൈര്യം, ഒരു ദൈവ പൈതന്റെ ഉറപ്പ് ഇതായിരിക്കും. സ്തോത്രം. എങ്കിലും ഇത്രയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലോ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഇവിടെ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും മധ്യത്തിൽ ഹല്ലേലൂയ യഹോവയിൽ ആനന്ദിക്കുവാൻ കഴിഞ്ഞ അതേ എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ഈ പൽക്കൽ ആ ഒരു വചനത്തിൽ നാം ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന ഹല്ലേലൂയ. അതേ സ്തോത്രം. നിങ്ങളുടെ പ്രശ്നങ്ങളെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് അത് കയറത്തക്ക രീതി നിങ്ങൾ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. അതിൽ പറയണം, നിങ്ങൾ വചനത്തിൽ ധൈര്യപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി അവസാനത്തോളം കാപ്പാൻ ശക്തനത്രേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവ, നമ്മെ കാപ്പാൻ ശക്തനായിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആനന്ദിക്കുവാൻ കഴിയണം, ആ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ലോകം നമുക്ക് തരുന്ന സന്തോഷം, ലോകം നമുക്ക് തരുന്ന സമാധാനം ഒക്കെ സ്തോത്ര അല്പനിമിഷം കൊണ്ട് പോയിരിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അടുക്കലുള്ളവർ നമ്മൾ സ്തോത്ര ഹല്ലേലൂയ നമ്മെ വേദനിപ്പിച്ചെന്നിരിക്കാം, നമ്മെ കരയിപ്പിച്ചെന്നിരിക്കാം. സ്തോത്ര നമ്മുടെ സമാധാനത്തെ കെടുത്തി കളഞ്ഞെന്നിരിക്കാം. പക്ഷേ കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? വാഴ്ത്തുപാത്ത് എന്നും പ്രമോദം എന്നാ പറയുന്ന സങ്കീർത്തനത്തിൽ. അങ്ങനെയൊക്കെ ആ കർത്താവിൽ നമുക്കൊന്ന് സന്തോഷിക്കുവാൻ, ആ കർത്താവിൽ ഒന്ന് ധൈര്യപ്പെടുവാൻ ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതുകൊണ്ടാ യോബിന്റെ സ്തോത്ര ജീവിതത്തെ കഷ്ടതയുടെയോ പ്രയാസത്തിന്റെയൊക്കെ നടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇതത്രേ ഒരു ദൈവ പൈതന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം നാം ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഹല്ലേലൂയ.
പ്രിയതേ മക്കളെ സ്തോത്രം. എല്ലാ നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭാരത്തിന്റെയും മധ്യത്തിൽ സ്തോത്രം തന്റെ ഭക്തനായിരിക്കുന്ന നിഷ്കളങ്കനായി നേരോടെ നടന്ന ഹല്ലേലൂയ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്ര. കഷ്ടതയുടെ നിരാശയുടെ മധ്യത്തിൽ വലിയ വിശ്വാസത്തോടെ തന്റെ വീണ്ടെടുപ്പുകാരനെ കാണാമെന്നുള്ള ഒരു പ്രത്യാശയോട് പറയുന്നുണ്ട്. ഒടുവിൽ ഞാൻ ഹല്ലേലൂയയോടെ കാണുവാൻ സാധിക്കുന്നു. അതേ, ഞാൻ എന്റെ ഉള്ളിൽ ശയിച്ചിരിക്കും പറയുന്നുണ്ട്. ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നാം അധൈര്യപ്പെട്ടു പോകേണ്ട. നമ്മുടെ ഹൃദയത്തിനകത്ത് സ്തോത്ര പ്രശ്നങ്ങൾ കടന്നു വരാം, ഇളകി മറിയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ അതിന്റെ നടുവിലൊക്കെയും സ്തോത്ര ഹല്ലേലൂയ നാം ഉറപ്പോടെ ആയിരിക്കണം. നാം ഒരു മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് ജീവൻ തന്ന കർത്താവിനെ ആശ്രയിക്കുവാനായിട്ട് ഇടയത്തീരാം. കർത്താവിൽ ബലപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്ന സ്തോത്രം. അതേ സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ദുഃഖത്തിൽ ജനിച്ച ഒരു സഭയായിരുന്നു എഫെസ്യസ് സഭയെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ സഭയെ നോക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സഭയോട് ദുഃഖിച്ചിരിക്കുവാനല്ല, കർത്താവിലെ സന്തോഷിപ്പിൻ എന്ന്. പ്രിയതേ മക്കളെ, ഈ ലേഖനം എഴുതപ്പോ അപ്പോസ്തലനായ പൗലോസ് നല്ല സന്തോഷിക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തില കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയട്ടെ, കാരാഗൃഹത്തിലായിക്കൊണ്ടിരുന്നാലോ ഒരു ദൈവ പൈതന്റെ സന്തോഷത്തെ ഒന്നിനും എടുത്തു കളയാൻ വിട്ടു കൊടുക്കരുത്. ഹല്ലേലൂയ. ആ ഉറപ്പായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ പറഞ്ഞല്ലോ സ്തോത്ര ഹല്ലേലൂയ, ഇവിടെ കൊണ്ട് നശിക്കുന്നതല്ല ഒരു ദൈവ പൈതന്റെ ജീവിതം എന്ന് പറയുന്നത്. അവനൊരു പ്രത്യാശയുണ്ട്. അവന് മുഖാമുഖമായി ആ കർത്താവിനെ ഒന്ന് കാണാം. ആ മുഖാമുഖമായി കാണുന്ന കർത്താവുമായിട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയാ. ഈ ലോകത്തെ എത്ര നാൾ ജീവിച്ചാലാ നമുക്ക് ദുഃഖമുണ്ട്, നെടുവീർപ്പുണ്ട്, കണ്ണുനീരുണ്ട്. ഈ ലോകം നമുക്ക് നല്ല തരത്തില്ല. ഈ ലോകം നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകം നമ്മെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ലോകം നിന്നെ സ്തോത്ര തളർത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നിത്യ ഭവനം നിനക്ക് വേണ്ടി ഒരുക്കുക എന്റെ യേശു കർത്താവ് പോയിരിക്കുക. ഹല്ലേലൂയ. അവൻ പോയതുപോലെ വേഗം വരുമെന്ന് പറഞ്ഞു വെക്ക്. പ്രിയതേ മക്കളെ, നിത്യഭവനം നമുക്കായി ഒരുക്കി കഴിയുമ്പോൾ കർത്താവ് നമ്മെ ചേർക്കുവാൻ കടന്നു വരും. നിത്യ സന്തോഷം ഉണ്ടാകുവാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ സ്തോത്ര ഹല്ലേലൂയ, ഒരു ദൈവ പൈതന്റെ ഉള്ളിനകത്തൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം, ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീരുന്നതല്ല. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. കർത്താവ് പോയതുപോലെ നമ്മെ ചേർക്കുവാൻ കടന്നു വരും. ഈ പകൽക്കാലം എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ ലോകത്തിൽ മാത്രം നാം ആശ്രയിച്ചു കഴിഞ്ഞാൽ നാം നിരാശപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ ലോകം ഇവിടെ കൊണ്ട് തീരും. ഹല്ലേലൂയ. ഇത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ പ്രിയതേ മക്കൾ. അതുകൊണ്ട് പറയാം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധി ഹല്ലേലൂയ തേജസ്, നിത്യ തേജസ് നമ്മെ നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അപ്പൊ ഈ ലോകത്തിലുള്ള കഷ്ടതയുടെ നടുവേ നാം ആഴത്തിലേക്ക് ഇളകി പോകുവാനല്ല. സ്തോത്ര. ആ കഷ്ടതയുടെ നടുവിന് പറയണം ഹല്ലേലൂയ, നമുക്കൊരു നിത്യഭവനമുണ്ട്. സ്തോത്ര. ആ ഭവനം ഒരുക്കാൻ കർത്താവ് പോയി. സ്തോത്ര. ആ ഒരു ഉറപ്പ് ഹല്ലേലൂയ. ഇന്ന് നിന്നെ ചിലപ്പോൾ മാനുഷിക വാക്കുകൾ ചിലപ്പോൾ നിന്നെ വളരെയധികം ഹൃദയത്തെ കലക്കി മറിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ തളർത്തി കളയുന്നുണ്ടായിരിക്കാം, നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം, നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് താങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തരുന്ന സമാധാനമല്ല കർത്താവ് നമുക്ക് തന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തരുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏത് നിമിഷം മാറ്റപ്പെടാം. ഹല്ലേലൂയ. പക്ഷേ ദൈവം നിന്റെ മേൽ സമാധാനത്തെ പകർത്ത. ഈ പകൽക്കാലം നീ കടന്നു പോകുന്ന വിഷയത്തിനകത്തേക്ക് ദൈവത്തിന്റെ സമാധാനത്തെ കർത്താവ് പകർന്നു തന്ന പ്രിയതേ മക്കളെ, നീ യഹോവയിൽ സന്തോഷിക്കുവാൻ തുടങ്ങ. നീ കർത്താവ് ഉല്ലസിച്ചു ഘോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ. സ്തോത്ര. ഹന്ന ദിവസം കരയുവാനായിട്ട് നമുക്ക് വേദനയുണ്ട്. പക്ഷേ 2-ാം അധ്യായത്തിൽ അവൾ എഴുതി ചേർക്കുവാനായിട്ടെത്തുന്നു, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്റെ ഹൃദയത്തെ ഒന്ന് ആനന്ദിപ്പിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നിന്റെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷത്തെ തന്നു കഴിഞ്ഞാൽ, ആ സന്തോഷത്തെ ഈ ലോകത്തിലെ ശക്തിക്ക് എടുത്തു കളയുവാൻ കഴിയില്ല. ഒരു ദൈവം നമ്മൾ പറയില്ലേ, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഇച്ചിരി ഒന്ന് മനക്കെട്ടിയുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, മനക്കെട്ടി
കിട്ടി? എവിടെന്നാ? മനസ്സിന് എവിടെന്നാ ഉറപ്പ് കിട്ടിയത്? ഹല്ലേലൂയ. ഉയരത്തിലെ ദൈവത്തിന്റെ ശക്തി എത്രേ. നിന്റെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ നിനക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം നിന്റെ മേൽ പകരുന്നത് കൊണ്ട് നീ തളരാതെ പോകുന്നത്. കാറ്റും കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുമ്പോ ഇതിനെ നീ അനുഭവിക്കുന്ന പ്രശ്നത്തേക്കാൾ ലഘുവായ പ്രശ്നം കൂടെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ ക്ഷീണിച്ചു പോകുമ്പോ, തളർന്നു പോകുമ്പോ, ഈ ലോകത്ത് നിന്ന് ജീവിതങ്ങളെ നശിപ്പിച്ചു കളയാൻ നോക്കുമ്പോ ഒരു ദൈവ പൈതൽ എന്താ ധൈര്യത്തോടെ നിൽക്കുന്നത്? അവന്റെ സന്തോഷം ഈ ലോകത്തിലുള്ളതല്ല, അവന്റെ ബലം ഈ ലോകത്തിലുള്ളതല്ല. യഹോവയിലെ സന്തോഷം എത്രേ, യഹോവയെങ്കിലെ ബലം എത്രേ അവനെ നടത്തുന്നത്. സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ സ്തോത്രം, ലോകം എന്തോ നിന്നെ നോക്കി പറഞ്ഞുകൊള്ളട്ടെ, ലോകം നിന്നെ എത്രത്തോളം വേദനിപ്പിക്കാൻ നോക്കിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയം കലങ്ങി മറിയരുത്. സ്തോത്രം. നീ ഭ്രമിച്ചു പോകരുത്. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞത് സ്തോത്ര വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വന്നിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന, സമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന എന്റെ യേശു കർത്താവിന്റെ സമാധാനം അത്രേ നിങ്ങളുടെ ഹൃദയങ്ങളെ മേൽ പകരുന്നത്. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അലയടിച്ച് ഉയരുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ മീതെ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ സമാധാനം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ പകൽക്കാലം മുതൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. നിങ്ങൾ ചില പ്രശ്നങ്ങളെ ജയിക്കും പ്രിയ ദൈവമക്കളെ. നിങ്ങൾ ചില പ്രശ്നങ്ങളെ ഓവർകം ചെയ്യും. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ഈ വചനത്താൽ ഈ പകൽക്കാലം സ്തോത്ര നിങ്ങളുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് സ്തോത്ര ഒരു ദൈവിക സമാധാനം ഹല്ലേലൂയ, ഒരു സ്വസ്ഥത ഹല്ലേലൂയ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ കൈമാറുക. സ്തോത്രം. പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നം നിന്റെ തലയ്ക്ക് മീതെ കവിയാതെ വേണം, നിന്റെ മനസ്സിനെ തകർക്കാതെ വേണം, നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ ഇതുവരെയും ഇല്ലാത്ത ഒരു ബലത്തെ ഹല്ലേലൂയ, ഈ പ്രശ്നത്തെ ഞാൻ പരിഹരിക്കും, പ്രശ്നത്തിന് ഞാൻ ഹല്ലേലൂയ പുറത്തു വരും എന്നുള്ള ഒരു ഉറപ്പ് സ്തോത്രം ആരുടെയൊക്കെ ഈ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. എത്ര തന്നെ ലോകം ഇളകി മറിഞ്ഞുകൊള്ളട്ടെ, നിന്നെ തകർക്കുക, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാനായിട്ട്, നിന്നെ പറിച്ച് ചീന്തി കളയുവാനായിട്ട്. പക്ഷേ പ്രിയ ദൈവ പൈതലേ, നിന്നെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, നിന്നെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേൽ ആകെയാ. നീ ഇളകി മറിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ഉറപ്പിച്ച് കർത്താവ് നിർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയം കലങ്ങി മറിയണ്ട, നീ ഭ്രമിച്ചു പോകണ്ട. സ്തോത്രം. നീ അധൈര്യപ്പെട്ടു പോകണ്ട, നീ ചഞ്ചലിച്ചു പോകണ്ട. ഹല്ലേലൂയ. നീ ഉറപ്പും ധൈര്യത്തോടുമായിരിക്കെ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് ഹല്ലേലൂയ മഹത്വത്തിൽ അത്രയും ജീവിക്കേണ്ടത്, കർത്താവിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയിൽ അത്രയും ജീവിക്കേണ്ട. അവൻ ദുഃഖിച്ച് നെടുവേർപ്പെട്ട് കരഞ്ഞുമല്ല ഇരിക്കേണ്ട. പക്ഷേ ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്നു. ക്രിസ്തു ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആരാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ഒരു ബലം ഹല്ലേലൂയ അതിനെ ചോർത്തിക്കളയുവാൻ പലത് കടന്നു വന്നിരിക്കും. പക്ഷേ അതിനകത്ത് ഹല്ലേലൂയ നാം വിട്ടുകൊടുക്കാതെ വേണം. എന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനത്രയോ യേശുവിന്റെ നാമത്തിൽ ഈ പൽക്കാലം വചനത്തിൽ ധൈര്യപ്പെടും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ലോകം എന്തോ ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നിന്റെ ജീവൻ തലയ്ക്ക് മീതെ കൂമ്പാരമോട്ട് കടന്നു വരട്ടെ. പക്ഷെ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനായ ഒരു ആളത്തെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വചനം ഈ പൽക്കാലം നമ്മുടെ ഉള്ളത്തിനകത്തേക്ക് അങ്ങ് പതിയിട്ട്. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, ആ കർത്താവ് നിന്റെ മേലുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിന് ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം. പടകിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ട് വിളിച്ചു. പക്ഷേ ആ പടകത്ത് അമരത്ത് എന്റെ കർത്താവ് ഉണ്ടായിരുന്നതിനാ അവര് മുങ്ങിത്താടുവാൻ ഇടയാകാതവണ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ഹല്ലേലൂയ ആ പടകിനെ എത്തിക്കേണ്ട ഗദരദേശത്തേക്ക് എന്റെ കർത്താവ് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ ഇതിലെ നിന്റെ ഉള്ളിലിരിക്കുന്ന
കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പോട് കൂടെ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, കാറ്റും കോളും തിരമാലകളും ഒക്കെ കടന്നു വരാം. മുങ്ങിപ്പോകുമെന്ന് തോന്നിയിരിക്കാം, ചില നിലവിളിയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നതിരിക്കാം. പക്ഷേ ആ മരത്ത് കർത്താവ് ഇരിക്കും കാലത്തോളം സ്തോത്ര നിന്റെ പടക് മുങ്ങിപ്പോകാൻ സ്തോത്ര കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ പടക് ഇളകിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എത്തിക്കേണ്ടടുത്ത് എന്റെ കർത്താവ് എത്തിക്കുവാനായിട്ട് ഇടയെത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഹൃദയം കടൽ ഇളകി മറിയുന്നത് പോലെ പ്രശ്നങ്ങളുടെ ജീർണിച്ച അനുഭവത്തിനകത്ത് നീ ഇളകി മറിയുന്ന അനുഭവത്തിലായിരിക്കും കടന്നു പോകുന്ന. പക്ഷെ ആരുടെയൊക്കെ ഉള്ളത്തിനകത്ത് കർത്താവിന്റെ സമാധാനത്തെ ഈ പകൽക്കാല കർത്താവ് പകരുക. ഭയപ്പെട്ട് റൂമിനകത്ത് ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് എന്റെ കർത്താവ് ചെന്നിട്ട് പറയുവാനായിട്ട് ഇടയെത്തുന്നു, സ്തോത്രം, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാന. അങ്ങനെ ഭയത്തോട് ഭീതിയോടെ പ്രശ്നങ്ങളുടെ നടുവിൽ റൂമിനകത്ത് സ്തോത്രം വേദനിച്ചിരിക്കുന്ന പ്രിയ കുഞ്ഞെ ഈ പകൽക്കാലം സ്തോത്രം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ റൂമിനകത്ത് ആർക്കും കയറി വരാൻ കഴിയത്തില്ലായിരിക്കാം. നീ കടന്നു പോകുന്ന വിഷയങ്ങളെ ആർക്കും തൊടാൻ കഴിയത്തില്ലായിരിക്കാം. നിന്റെ പ്രശ്നത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ നിന്റെ പ്രശ്നങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്ന, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്തേക്ക് കടന്നു വരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ സമാധാനത്തെ ഈ പകൽക്കാല കർത്താവ് നിന്റെ ഹൃദയത്തിൽ പകരുക. ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. പകൽക്കാലം വിശ്വസിക്കുക, ഒരു ദൈവിക സമാധാനത്തിന്റെ കൈമാറ്റം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക്, നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക്, സ്തോത്ര, ഹല്ലേലൂയ. ഒരു സൈഡിൽ പ്രശ്നങ്ങൾ കാണുമായിരിക്കും, പക്ഷേ മറു സൈഡിൽ നീ കർത്താവിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ, കർത്താവിൽ സന്തോഷിക്കത്തക്ക രീതിയിൽ നിന്റെ ദൈവത്തിന്റെ വചനത്തെ ദൈവം നിന്നെ ജീവിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീർന്നാ മതി, ഇവിടെ കൊണ്ട് അവസാനിച്ചാൽ മതി, എനിക്ക് കഴിയത്തില്ല എന്ന് പറയുമ്പോ നിന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ. അതേ, കഷ്ടതയും തമ്മിൽ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ ഉള്ളിൽ ബലം നൽകുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിങ്കിലെ സന്തോഷം, ഹല്ലേലൂയ. അതേ സ്തോത്ര, ആ സന്തോഷം എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കൾ, എന്റെ സന്നിധി സന്തോഷ പരിപൂർണത, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. സ്തോത്രം, കർത്താവിങ്കിലെ സന്തോഷത്തെ ഈ ലോകത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, പക്ഷെ ഒരു ദൈവ പൈതന്റെ ഉള്ളിൽ ഇരിക്കുന്നത് മഹത്വപൂർണനായിരിക്കുന്ന എന്റെ യേശു കർത്താവ് അത്രേ. ഹല്ലേലൂയ. ആ കർത്താവ് ഉള്ളിലിരിക്കുന്ന ഒരു ദൈവ പൈതൽ ദുഃഖിച്ച് നെടുവേർപ്പിട്ട് കരഞ്ഞും അല്ല ഇരിക്കുന്നത്. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവം, നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ രോഗത്തെ എടുത്തു മാറ്റുവാൻ കഴിയുന്ന, അതേ സ്തോത്ര, ഹല്ലേലൂയ, നിന്റെ ബയോപ്സിയുടെ റിസൾട്ടിനെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ ആത്മീയ സന്തോഷത്തെ ഒന്നുകൂടി പുതുക്കി തരുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, നിന്നീ കൂടി ചില പ്രവർത്തികളെ ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിലൊന്ന് ആനന്ദിക്കുവാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ചിലപ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങള് നിന്നെ തളർത്തുവാനായിരിക്കില്ല. നീ ഇതിനകത്തുനിന്ന് പുറത്തു വരുമ്പോ ഇതുപോലെ ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും ഇരിക്കുന്ന അനേകായിരങ്ങളെ കൈ പിടിച്ച് കയറ്റുന്നതിന് വേണ്ടിയായിരിക്കാം. ചോദിക്കുന്നില്ലേ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, എന്താ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഇത്, എന്താ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഈ പ്രശ്നങ്ങൾ, ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ, ഒന്ന് മാറുമ്പോ ഒന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ പകൽക്കാലം ചില പ്രശ്നങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങളിൽ കൂടി തീയുടെ അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, മഹത്വപൂർണനായിരിക്കുന്ന കർത്താവിന്റെ മഹത്വം, ഹല്ലേലൂയ, നിന്റെ മേൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രേ നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് എന്റെ കർത്താവിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രേ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഇവിടെ കൊണ്ട് തീരുന്നതല്ല ഒരു സ്തോത്ര ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിനക്കൊരു നിത്യജീവൻ ഉണ്ട്. ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവ പൈതലേ, സ്തോത്ര, നിനക്കൊരു നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. അത് ഈ ലോകം കൊണ്ട് തീരുമെന്ന് പറയുമ്പോ, ഹല്ലേലൂയ, ഈ ലോകം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ തീരുമെന്ന് ഒരു കൂട്ടം പറയുമ്പോ, ഒരു ദൈവ പൈതന്റെ പ്രത്യാശ
എനിക്കൊരു നിത്യതയുണ്ട്. എനിക്ക് വേണ്ടി നിത്യഭവനം ഒരുക്കാൻ കർത്താവ് പോയതുപോലെ എന്റെ കർത്താവ് വേഗം വരും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരും. ഹല്ലേലൂയ. അവനവൻ ചെയ്തതിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം വാങ്ങുവാൻ എന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട് പ്രിയ ദൈവമക്കളെ. ആ ന്യായവിധിയുടെ മുമ്പാകെ കർത്താവിന്റെ സന്നിധി നിൽക്കേണ്ടി വരും. അവിടെ ഹല്ലേലൂയ ഈ ലോകത്ത് ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രതിഫലം വലുതാകൊണ്ട് നീ അതിനകത്ത് സന്തോഷിച്ച് ആനന്ദിക്കുക. സ്തോത്ര. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നിന്നെ ബലപ്പെടുത്തും. ദൈവം നിന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയത്തരും. അതുകൊണ്ട് സ്തോത്രം, ഈ പകൽക്കാലം വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, കർത്താവിൽ വിശ്വസിപ്പേ. ഹല്ലേലൂയ. കർത്താവിങ്കിലെ സന്തോഷം ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ ബലമായി തീരട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തോത്ര കർത്താവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പല വിഷയങ്ങളുടെ നടുവിൽ ഹൃദയം കലങ്ങി മറിഞ്ഞിരിക്കുമ്പോ ഈ പകൽക്കാലം പ്രിയത കർത്താവേ, അപ്പൊ തന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അങ്ങയുടെ സമാധാനം കർത്താവെ ഇവരുടെ ഹൃദയത്തിനകത്തേക്ക് പകരട്ടെ. പ്രശ്നങ്ങൾ കർത്താവേ സ്തോത്ര ഹല്ലേലൂയ കൊണ്ട് നിരാശപ്പെട്ടു പോകാനല്ല, ആ പ്രത്യാശയോടെ ഹല്ലേലൂയ. അപ്പൊ ഇവര് ദുഃഖിച്ചിരിക്കാനല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല, കർത്താവെ പ്രത്യാശയോട് ജീവിക്കുവാ. ജീവിപ്പാൻ ദൈവം തന്റെ ജനത്തെ സഹായിക്കപ്പാ. നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. കർത്താവിന്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ബലത്തോടെ ധൈര്യത്തോടെ അങ്ങേലെ സന്തോഷത്തിൽ സന്തോഷിക്കുക. അങ്ങേലൊന്ന് ഘോഷിച്ച് ഉല്ലസിപ്പാൻ കർത്താവെ തന്റെ ജനത്തിന് വേണ്ട ബലവും ധൈര്യവും അവിടുന്ന് കൊടുക്കുമാറണമേ. ആത്മാവിന്റെ ബലം കൊടുക്കണമേ. അങ്ങേൽ വിശ്വസിക്കുവാൻ കർത്താവേ, അപ്പൊ ആ പിതാവിൽ വിശ്വസിക്കുവാൻ കർത്താവേ തന്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് അപ്പൊ അങ്ങോട്ട് ദൈവീകമായിരിക്കുന്ന സമാധാനത്തെ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മാനോ മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.